ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ എപ്പിസോഡ് ഓഫ് ഡി ആർ ജി മെക്ക്. സോറി, പേര് മാറ്റിയില്ലേ, ഗെയിംസ്റ്റർ ബോയ്. സിൻചാനെ വാടാ. നമ്മളിന്ന് ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കൂട്ടുകാരനുണ്ട് അനന്തു. അവൻ നമുക്കൊരു ടാസ്ക് അതുണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ 10 കോടി രൂപ അവൻ നമുക്ക് തരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടി ഈ ടാസ്ക് ഉണ്ടാക്കിയത് അവൻ്റെ അനിയനാണ്, അതുൽ എന്നവരെ പേര്. ടാസ്ക് ഇത്തിരി പണിയെന്നൊക്കെ പറഞ്ഞത്. എന്തായാലും നമുക്ക് കാണാം. എന്തായാലും ഒറ്റ വീഡിയോയിൽ നമുക്കിത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഇതിന് എന്തായാലും 2-3 പാർട്ടായിട്ടുണ്ടാവും. നമുക്കെന്തായാലും നോക്കാം. ഷിൻചാനെ കയറിയാ എന്തായാലും നമുക്ക് പോവാം. നമ്മുടെ ഫാമിലിയൊക്കെ ഇത്തിരി പൈസൻ്റെ കാര്യത്തിൽ ടൈറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പണിക്ക് ഇറങ്ങിയത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഗേറ്റ് തുറക്കടാ. എന്നാ ചെയ്യ വണ്ടിക്കണ്ട മാറി. അവിടെ എവിടെയാണെന്നാ പറഞ്ഞത്. അടുത്തതാ മഴയും പെയ്തു. ഇത് മൊത്തം പ്രശ്നമാകും. ഒന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല ഗൈസ്. നമുക്ക് നോക്കാം. ഇതവിടെ അടുത്ത് തന്നെ, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെയാണ് എനിക്ക് കാണില്ല. അതാണ് ഇത്തിരി പ്രശ്നം ഗൈസ്. നമ്മുടെ വീട്ടിൻ്റെ മേലെ തന്നെയാണ് ആ ടാസ്ക് തുടങ്ങണമെന്ന് അവൻ പറഞ്ഞു. ഇതവിടെ തന്നെ ഞങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഈ സൈഡിൽ നമ്മുടെ വീട്ടിന് മേലെ കണ്ട ഗൈസ്, ആ പാലം പോലെ കണ്ട, അതിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. നല്ല മഴയുണ്ട്, പോകാൻ പറ്റുമോയെന്ന് അറിയില്ല ഗൈസ്. ഇടിക്കണ്ട ബാക്ക്. എന്താവോ പോയി നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനലിലെ 2ാമത്തെ ഗെയിമിംഗ് വീഡിയോ ആണ് ഇത്. ഇതിനു മുമ്പ് നമ്മൾ ഗ്രാനി ഗെയിം പ്ലേ വീഡിയോ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എസ്കേപ്പ് ആവാനൊന്നും പറ്റിയില്ല. നിങ്ങൾ സമയമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നമുക്കെന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. മഴ നിന്ന് തോന്നുന്നു ഗൈസ്, നിന്ന് വേഗം വാ, നമുക്ക് പോയി നോക്കാം. സിമ്പിളായിരിക്കാം, ടഫായിരിക്കും. നമുക്ക് ഇതൊക്കെ ഇതെത്ര വലിയ പണി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ എനിക്ക് ഈ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് നല്ല സിൻചാൻ കയറിയില്ല തോന്നുന്നു. സിൻചാൻ പോട്ടെ, വന്നിട്ട് കയറി അവൻ കാറി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. നമുക്ക് പോയി നമ്മുടെ പണി ചെയ്യാം. കയറാ, ഓടടാ, കയറടാ രാജുഭായ്, ഓടറാ. ഗൈസ്, നമ്മൾ ഫസ്റ്റത്തെ സ്ഥലമെത്തി. അതാ പോയി നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്ന ഗൈസ്. നമ്മൾ താഴെ പോയിരിക്കുന്നു ഗൈസ്. നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണം. ഇനി ഒരിക്കൽ കൂടെ ശ്രമിക്കും ഞാൻ. അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബാക്കി അടുത്ത പാട്ടിലിടുക ഗൈസ്. നമ്മൾക്കിപ്പോൾ ഒരു ഐഡിയ തോന്നി. നമുക്കിത് ഈ നമ്മുടെ ബുള്ളറ്റിൽ കയറിയാലോ? നോക്കാം ഗൈസ്, പറ്റുമോ നോക്കാം. കയറി പോ. അയ്യോ, എന്തോ ബൈക്കിന് എന്തോ പ്രശ്നമെന്ന് തോന്നുന്നു. ഇല്ല, പ്രശ്നമൊന്നുമില്ല. അത് ബ്രേക്കിന് എന്തോ പ്രശ്നമാണ്. എന്തായാലും നിങ്ങൾക്ക് കയറി നോക്കാം ഗൈസ്. പണിയാവൂ. കംപ്ലീറ്റ് നമുക്ക് 10 കോടി രൂപ കിട്ടുമെന്ന് പറയും. 10 കോടി രൂപ കിട്ടിയാൽ നമുക്ക് ചെറിയ വീടൊക്കെ മാറ്റി ഞാൻ ഈ സിറ്റിയുടെ നടുക്കൊരു കൊട്ടാരം തന്നെ പണിയും. അല്ലെങ്കിലും സിറ്റിയിലെ ഏറ്റവും വലിയ വീട് നമ്മളുടെ തന്നെയാണ് ഗൈസ്. ഇത് പറയിട്ട് കാര്യമില്ല. ഷിൻചാനെ, നീ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. ഇന്നൊക്കെ നല്ല തടിയുണ്ട്. എനിക്ക് നിന്നെ ഇരുത്തി കയറ്റാൻ പറ്റില്ല. എന്തായാലും നീ വരണ്ട, ഞാൻ നടന്നു നോക്കിയോളാം. അത് നല്ലത് ഗൈസ്. ഷിൻചാനെ, കയറാൻ പറ്റുമോ? ഇവിടെ വരെ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തതാണ്. നമ്മൾ ആ വട്ടത്തിലുള്ള സാധനം വരെ നമ്മൾ മുമ്പ് കംപ്ലീറ്റ് ചെയ്ത്. നമുക്ക് എന്തായാലും നോക്കാം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോയെന്ന്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ബാക്കി അടുത്ത വീഡിയോയിലിടാം. അത്രയും നമുക്കൊണ്ട് പറ്റുള്ളൂ, അതിനെ കൂടുതലൊന്നും പറ്റില്ല. എന്നാലും ഗൈസ്, ഈ കയറി വന്ന സ്റ്റെപ്പൊക്കെ ചെറുതായി മാറിയല്ലോ. ഇനി കംപ്ലീറ്റ് ചെയ്യാൻ ഇത്തിരി പണിയായിരിക്കും. ഇതെന്താ കാണിച്ചു വെച്ചത്? ഈ അനന്തുവിൻ്റെ അനിയനും അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ?
ഈ വീഡിയോ നമ്മൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുക. എന്നാലും അനന്ത് നമ്മളോട് ഈ ചതി ചെയ്തല്ലോ ഗൈസ്. അയ്യോ ബായ് ബായ് ഗൈസ്. നമ്മൾ ഈ ബാക്കി പിന്നെ വരുന്നു. ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യുക.